ഹേ ഗായ്സ്, അപ്പോൾ നിങ്ങളെ വണ്ടിയിൽ എലീൻ്റെ ശല്യം ഉണ്ടോ? എൻ്റെ വണ്ടിയിൽ ഭയങ്കര എലീൻ്റെ ശല്യമാണ്. അപ്പോൾ വയറ് കാര്യങ്ങളെല്ലാം മുറിച്ച് കിടക്കുക. പിന്നെ ഞാനിപ്പോൾ ഇതാ ജസ്റ്റ് ഒന്ന് വണ്ടീനുള്ളിൽ കയറിയ സമയത്ത് പൊല്യൂഷൻ്റെ പേപ്പറാക്കി വെച്ചിട്ടുള്ള അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇതാണ് ഉള്ളിലുള്ള അവസ്ഥ. അതിന് പുറമേയുള്ള അവസ്ഥ എന്താണെന്നുള്ളത് പറയാൻ കാണിച്ചു തരാം. അപ്പോൾ എലീൻ്റെ ശല്യം നല്ലോണം കൂടിയ സമയത്ത് ഞാൻ ഓൺലൈനായിട്ട് കുറേ സെർച്ച് ചെയ്തു. അപ്പോൾ സെർച്ച് ചെയ്തപ്പോൾ കണ്ട ഒരു പ്രൊഡക്റ്റാണിത്. ഒരു ബിറ്റർ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ അതിൻ്റെ എഴുതിയിട്ടുണ്ട് പവർഫുൾ പ്രൊട്ടക്ഷൻ ഫ്രം റാറ്റ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂസ് കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ല റിവ്യൂസാണ് കണ്ടത് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ. അപ്പോൾ ഞാൻ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, എന്തായാലും വാങ്ങിച്ചു. അപ്പോൾ വാങ്ങിക്കുന്ന സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ചും കൂടി വലുതായി ഞാൻ പ്രതീക്ഷിച്ചത്. ഒരു സ്പ്രേ പെയിൻറ്റിനെല്ലാം സൈസ് ഉണ്ടാവും ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇതിപ്പോൾ കുറച്ചും കൂടി ചെറുതാണ്. പക്ഷേ അത്യാവശ്യം നല്ല എഫക്റ്റീവാണ്. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ മണം അടിക്കുന്ന സമയത്തെന്ന് വെച്ചാൽ നമുക്ക് തന്നെ ഒരു ഇറിറ്റേഷൻ പോലെ വരുന്നുണ്ട്. കാരണം ഞാൻ ഇതിനകത്ത് പ്രത്യേകം എഴുതിയിട്ടുണ്ട് നിങ്ങൾ വല്ല മാസ്കോ കാര്യങ്ങളെല്ലാം ധരിച്ചിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ പിന്നെ പ്രൊഫഷണൽ ആയതുകൊണ്ട് അങ്ങേ ഏരിയ അടിച്ചു. അപ്പോൾ എനിക്കും നല്ലോണം എഫക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതായത് ഒരു മാതിരി സ്മെല്ലാണത്. അപ്പോൾ എലി പോയിട്ട് മനുഷ്യന്മാർ വരെ നിൽക്കാത്തൊരു സ്മെല്ലാണത്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പുറമേല്ലാം അടിക്കുന്ന കേസിൽ ഇത് ഓക്കെയാണ്. പക്ഷേ ഉള്ളിലെല്ലാം അടിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ പെർട്ടിക്കുലർ സ്ഥലങ്ങളിലെല്ലാം എലി വരുന്ന സ്ഥലങ്ങൾ നമുക്കറിയാം. അപ്പോൾ ആ സ്ഥലങ്ങളിലെല്ലാം ഉള്ളിലെല്ലാം നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ഇത് വണ്ടി നമ്മൾ പിന്നെ തുറന്നു നോക്കേണ്ടി വരും, കുറച്ച് ആ ഒരു സ്മെല്ലൊന്ന് പോകാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഗ്ലാസും കാര്യങ്ങളെല്ലാം അടച്ചിട്ടിരിക്കുന്നതാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോവും. അപ്പോൾ ഞാനിത് ആമസോണിന് ഒരു 200 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഞാൻ പുറമേ ഉള്ള കണ്ടീഷൻ എന്തായാലും ഇങ്ങനെ കാണിച്ചു തരാം. ഇത് നമുക്ക് 2 കോട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടീൻ്റെ നിലവിലുള്ള കണ്ടീഷൻ. നിങ്ങൾക്കിപ്പോൾ കാണാം. ഞാൻ എത്ര ക്ലീനാക്കി വെച്ച് കഴിഞ്ഞാലും ഇതാണ്. ഒരു 1 വീക്ക് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള കണ്ടീഷൻ ഇതാണ്. അപ്പോൾ ഞാൻ കുറേ എലിപ്പെട്ടിയെല്ലാം വെച്ചിട്ട് പിടിക്കലുണ്ടായിരുന്നു. പക്ഷെ എന്നാലും വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ നിന്ന് കിട്ടുന്ന ഓരോ ഐറ്റംസും കവറും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ കൊണ്ടിടുന്നുണ്ട്. കുറേയെല്ലാം ഞാൻ ക്ലീൻ ആക്കാറുണ്ട്. പക്ഷേ ഇങ്ങനത്തെ പെർട്ടിക്കുലർ ചെറിയ ഗ്യാപ്പിലെല്ലാം പോയിട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ മഞ്ചിൻ്റെ കവറും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അടിയിൽ തന്നെ കാണുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ അവിടെ ആയിട്ടുള്ള വയറെല്ലാം മുറിച്ചിട്ട് എനിക്ക് വലിയ പൈസ ഇതിന് ചിലവായിട്ടുണ്ട് വണ്ടീൻ്റെ ഉള്ളിൽ. അപ്പം ഇപ്പം ഞാൻ ഈ ഒരു ഏരിയാസ് എല്ലാം ഞാനിപ്പോൾ ക്ലീൻ ചെയ്യുന്നതാണ്. ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു വാക്യൂം വെച്ചിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ എന്താക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്പ്രേ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വാക്യൂം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെയെല്ലാം ഇപ്പോൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. പറ്റാവുന്ന രീതിയിലെല്ലാം ഇപ്പോൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിവിടെ സ്പ്രേ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നല്ലോണം ഷേക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ. ഇവിടെയാണ് മെയിൻലി ഉള്ളത് ശല്യം. ഈ ഒരു പോർഷനിലാണ്. അത്യാവശ്യം നല്ലോണം അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആദ്യത്തെ കോട്ട് അത്യാവശ്യം നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഡബിൾ കോട്ടും കൂടി കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ രണ്ടാമത്തെ കോട്ടിങ് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഞാൻ അത്യാവശ്യം ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത കോട്ടിങ് കൂടി ഒന്ന് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ലോണം തന്നെ ഇപ്പോൾ കോട്ടിങ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് റിസൾട്ടാണ് അറിയേണ്ടത്. അത് ഇനിയിപ്പോൾ നല്ലോണം ഒന്ന് ഉണങ്ങട്ടെ. സംഭവം ചെറുതാണെങ്കിലും ഞാനിപ്പോൾ 2 കോട്ട് കൊടുത്തു. എന്നിട്ട് നമുക്ക് അത്യാവശ്യം കണ്ടന്റ് നമുക്ക് ബാക്കിയുണ്ട്. ഇതിൽ ഏകദേശം 2 മാസത്തേക്കുള്ള എലീൻ്റെ ശല്യം ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും എനിക്കിത് അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒരു പ്രൊഡക്റ്റായിരുന്നു. അപ്പം നിങ്ങളെ വണ്ടിയിൽ നിങ്ങളിത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യണ വേണ്ടതെന്നുള്ളത് ഞാൻ 2 വീക്സിനുള്ളിൽ ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ റിവ്യൂ. അത്യാവശ്യം നല്ല പ്രൊഡക്റ്റാണെന്നോ അല്ലേ എന്നുള്ളത്. കാരണം ഇത് അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് കൂടെ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ ഇപ്പോൾ എല്ലാം അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ. എന്തായാലും ഇനിയിപ്പോൾ റിസൾട്ട് നമുക്കൊരു 2 ആഴ്ചയ്ക്കുള്ളിൽ നമുക്ക് റിസൾട്ട് നമുക്കറിയാം. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ട് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പോകല്ല. കാരണം 98% വ്യൂവേഴ്സും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്നാണ് യൂട്യൂബ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്